പ്രസാദാ, എന്തോ? നമസ്കാരം. 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 നമസ്കാരം സുധീർ ഭായി. മുഹമ്മദ് പ്രസാദൻ, ഞങ്ങൾ 2 വർഷം അല്ലേ, ഒരു വർഷം ഒരുമിച്ച് ഒരു ട്രൂപ്പിൽ കളിച്ചു. അതെ, ഒരു വർഷം ട്രൂപ്പിൽ കളിച്ചു. അല്ലാതെ പിന്നെ പല പല പ്രോഗ്രാം നമ്മൾ പിന്നെ സാറിന്റെ ഗാനമേളയൊക്കെ കളിച്ചു. മാട്ട കളിക്കും എന്ന് നമ്മൾ പറയും. എങ്കിലും ഒരു വർഷം മുഴുവൻ ഒരു ട്രൂപ്പില് മിമിക്സ് DTS എന്ന് പറയുന്ന ഒരു ഷോ, സലീം കുമാർ ഏട്ടന്റെ ട്രൂപ്പില് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് 2002 ആയിരിക്കും. എന്റെ കൂടെ പ്രോഗ്രാം ചെയ്തതിന്റെ അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ. ഇല്ല, ഞാൻ ഇപ്പോഴും അതേ വിനയത്തോടു കൂടെ തന്നെയാണ് ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ തമ്മിൽ കാണുമ്പോ എപ്പോഴും പറയുന്നൊരു കാര്യം, നിന്നാ നിന്ന് പോകത്തേ ഉള്ളൂ, വിട്ടോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പിന്നെ അതിലേക്ക് പോകണ്ട, അതിലിട്ട് ഞാൻ പോവും. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആലുവയിൽ ഒരു ഷോ കഴിഞ്ഞപ്പോ അന്ന് സംഘാടകരിൽ ആരോ ഒരു വിദേശ മദ്യമോ എന്തോ കൊടുത്തു. നല്ല നമുക്കൊന്നും അവൈലബിൾ അല്ലാത്തൊരു സാധനം കൊടുത്തു. അപ്പൊ ഞങ്ങളൊക്കെ ഈ മൈനർ ബാച്ചാ, ചെറുകിട പിള്ളേരാ. ഇവര് വലിയ പുള്ളികളാ, സീനിയേഴ്സാ. നമ്മളെ നമ്മള് വളരെ ഭയഭക്തി ഭവനത്തോടെ നിൽക്കുന്നത്. അപ്പൊ എനിക്കൊരു ചെറിയ മണം അടിച്ചു, ഇവരുടെ കയ്യിൽ എന്തോ തട്ടിപ്പുണ്ട് എന്നുള്ളത്. എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ ഷോ കഴിഞ്ഞിട്ട് അവിടെ ഒരു റൂമും ഉണ്ട്. ആലുവയിൽ നിന്നും രാത്രി വേണമെങ്കിൽ നമുക്കൊക്കെ പ്രൈവറ്റ് ബസ്സും ലോറിയൊക്കെ കയറി വീട്ടിലോട്ട് പോവാം, വേണമെങ്കിൽ കിടന്നിട്ട് നാളെ രാവിലെയും പോവാം. അപ്പൊ ഇവര് 4 പേരോട് അവിടെ കിടക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഞാനൊരു അഡീഷണൽ ബാധ്യതയായിട്ട് അവിടെ നിപ്പുണ്ട്. അപ്പൊ പുള്ളി പതുക്കെ എന്റെ അടുത്ത് വന്നിട്ട്, പിഷാരടി ഫോണില്ലേ? ഞാൻ ആലോചിക്കുന്നത് ഇനിയിപ്പോ രാത്രി ഇവിടുന്ന് അവിടം വരെ പോകണ്ട, ഞാൻ ഇവിടെ നിന്നാലോ എന്ന് ആലോചിക്കാം. നിന്ന് പോകത്തേ ഉള്ളൂ, വിട്ടോ എന്നും പറഞ്ഞിട്ട് നൈസായിട്ട്. ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മള് TV-യിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്. പിന്നെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ചില ക്യാരക്ടേഴ്സ് ഒക്കെ അല്ലേ? അതെ അതെ. ശരിക്കും മിമിക്രി ആരംഭിച്ചത് എപ്പോഴാണ്, ഏത് സമയത്താണ്? പാടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം. എങ്ങനെയെങ്കിലും പാട്ട് പഠിക്കണം, അതിനുവേണ്ടി സംഗീതം പഠിക്കാൻ ചേർന്നു ഒരു മാഷെടുക്കല്. ഈ മാഷാണെങ്കിൽ മൂക്കിപ്പൊടി വലിക്കുന്ന ആളാ. മൂക്കിപ്പൊടി ഇല്ലേ, അത് ഈ അർക്കപ്പൊടി വലിക്കണ പോലെ വലിച്ചു കയറ്റുന്ന ഒരാളാ. ഞാൻ അതൊക്കെ പുള്ളി പഠിപ്പിക്കുമ്പോൾ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഗീതം, വർണ്ണം അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ വരുമല്ലോ. ഇപ്പൊ ഗീതം പഠിപ്പിച്ചു. ശ്രീയേ ഗണനാഥ സിന്ദൂരവർണ്ണ കരുണ സഗര കരിവദനകലം ബോധര, ഇങ്ങനെയാണ് ആ പാട്ട്. ഇങ്ങനെ ഈ മൂക്കിപ്പൊടി വലിച്ചേക്കണോണ്ട് എന്നെ പഠിപ്പിക്കണത് ഗണനാഥ സിന്ദൂരവർണ്ണ കരുണ സഗര കരിവദനകലം ബോധര. അപ്പൊ ഇതുപോലെ അനുകരിച്ചാണ് ഞാനും പഠിക്കണതേ. അപ്പൊ ഈ കൂട്ടുകാർ കുറച്ചാളെ ചോദിച്ചു, നീ നമ്മളെയൊക്കെ പൊട്ടിക്കാൻ വേണ്ടി സംഗീതമൊക്കെ പഠിക്കാൻ പോയല്ലോ, എന്തായി? ഞാൻ പറഞ്ഞു, ഞാൻ ഗീതം വരെയായി, എനിക്കിനി വർണ്ണം പഠിച്ചാൽ മതി. വർണ്ണം കീർത്തനാണല്ലോ. എങ്ങനെയാടാ നീ പാടിയത്? എടാ ഇതിങ്ങനെയല്ലേ ഈ പാട്ട്, ഇത് ആരെ പഠിപ്പിച്ച? ഞാൻ പറഞ്ഞു, ഇന്ന സാറ്. ഓ, പുള്ളിയൊക്കെ പെൻഷനായടാ, റിട്ടയർഡായി, നീ എവിടെ ചെന്നാലും തോൽവിയാ. അങ്ങനെ സംഗീതത്തിൽ നിന്ന് വിട്ടു. പിന്നെ നമ്മൾ ഈ എല്ലാ ഉത്സവപ്പറമ്പഴും പോകുമ്പോഴും നമ്മൾ ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേജിൻ്റെ ബാക്കിൽ ചെല്ലും. അത് നമ്മുടെ ഒരു ശീലമാണ്. ഈ നാടകം, ബാലെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സ്റ്റേജിൻ്റെ ബാക്കിൽ പോകുമ്പോൾ ഈ നാടകടന്മാരൊക്കെ നല്ല മിടുക്കന്മാരായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ടെസ്റ്റ് എടുക്കുന്നു. സാർ സോഡ വേണോ എന്നൊക്കെ കമ്മിറ്റിക്കാർ വന്ന് ചോദിക്കുന്നു. അത് കണ്ടപ്പം നാടകത്തിൽ അഭിനയിച്ചാൽ എന്താ, ചിലപ്പോൾ കളിച്ചു പിടിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ നാട്ടിലൊരു നാടക സമിതി രൂപീകരിച്ചു, ചേർത്തല സംഘം. അവിടുത്തെ ക്ലബ്ബുകളിലൊക്കെ നാടകം മുൻപ് അഭിനയിച്ചിട്ടുള്ള വലിയ കലാകാരന്മാരൊക്കെയാണ്. അവരെയൊക്കെ സംഘടിപ്പിച്ച് ഒരു നാടകം സംഘടിപ്പിച്ചു. ആ നാടകം ഫസ്റ്റ് സ്റ്റേജ്. അപ്പം എൻ്റെയൊക്കെ ഫസ്റ്റ് നാടകമാണ്. നാടകത്തിൽ രക്ഷപ്പെടാം. നാടകം അവതരിപ്പിക്കാൻ ഫസ്റ്റ് ബെല്ല് കൊടുക്കാനായിട്ട് നോക്കിയപ്പോൾ ബെല്ലില്ല. അപ്പൊ തന്നെ ബെല്ലില്ല ഫസ്റ്റ് ബെല്ല് കൊടുക്കണം, അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കുന്നു എന്ന് പറയാൻ കൊടുക്കാൻ ഫസ്റ്റ് ബെല്ലില്ല. അപ്പൊ തന്നെ വളക്കച്ചവടക്കാർക്ക് നീ കീ കൊടുക്കണ കാറില്ലേ, അതൊരെണ്ണം മേടിച്ച് കീ കൊടുക്കുമ്പോൾ ട്രെന്ന് കേൾക്കുന്ന ഒരു കാറുണ്ടല്ലോ, പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അത് മേടിച്ചിട്ട് മെയിൻ നടൻ അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കുന്നു കീയും കൊടുത്തിട്ട് ഈ കാർ എടുത്ത് ഈ കയ്യെ ഇങ്ങനെ വെച്ച് മൈക്കിന്റെ അവിടെ കാണിച്ചു കൊടുത്ത് കാറ് മാത്രമേ കേട്ടുള്ളൂ. പിന്നെ കയ്യിൽ നിന്ന് അങ്ങ് ചാടിപ്പോയി. ഈ സാധനം കയ്യിൽ നിന്ന് ചാടിപ്പോയി സ്റ്റേജിൽ കിടന്ന് ഓട്ടാ. ഈ സാധനം ഇങ്ങനെ ഓടി അതിനെ പിടിച്ചു വെച്ച് കിടത്തി അവിടെ ഇട്ടു. സഹൃദയര് നാടകം ആരംഭിക്കുന്നു. നാടകം അങ്ങ് തുടങ്ങി. നാടകത്തിന്റെ ഫസ്റ്റ് ഒരു മയക്കുമരുന്നുമായിട്ട് ഒരുത്തൻ കടപ്പുറത്തൂടെ ഓടുന്ന, ഈ മയക്കുമരുന്നുകാരിങ്ങനെ ഓടുന്ന ഒരു പോലീസുകാരൻ ചാടി വീഴുന്നു.
ആരടാ നീ? എന്താടാ ഈ ബാഗിനുള്ളിൽ? ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്സന്ധമായി മറുപടി പറഞ്ഞില്ലെങ്കിൽ എന്നും പറഞ്ഞ് ലാത്തി എടുത്തൊരു ഒറ്റ അടി കൊടുക്കുകയും പുള്ളിയുടെ കയ്യിൽ നിന്ന് ലാത്തി സ്ലിപ്പായി പോയി ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ ഈ വാതിക്ക ഈ സ്റ്റേജിന്റെ ഏറ്റവും ഫ്രണ്ടിലുണ്ടാവില്ല ഇങ്ങനെ ഇരിക്കണം. മേലോട്ട് നോക്കി ഫ്രണ്ടിലിരിക്കുന്ന ആളുണ്ടല്ലോ, അവന്റെ നെറുകും തലക്കെട്ട ഈ ലാത്തി എന്ന് കൊള്ളണം. ഈ ലാത്തി എടുത്ത് അവൻ തിരിച്ച് സ്റ്റേജിലേക്ക് എറിയണു. സ്റ്റേജിൽ ഭയങ്കര ബഹളം. നാടകം അവിടെ നിർത്തി. നാടകത്തിന്റെ പേര് അന്തിക്ക് പൂക്കുന്ന ചെമ്മാനം. നാട്ടുകാർ പിന്നെ അതിന് പേരിട്ടു ചന്തിക്ക് തേക്കുന്ന കുമ്മായം. അന്നത്തെ കൊണ്ട് ആ നാടകം അവനെ അങ്ങ് നിർത്തി. പിന്നെ മിമിക്രിയിൽ എങ്ങനെ വന്ന മിമിക്രി കളിച്ചിങ്ങനെ മാട്ടേ കളിച്ച് നടന്നപ്പോഴും രക്ഷയില്ല. പിന്നെ അവസരം ഞാൻ എൻ്റെ തൊഴിൽ മേഖലയായ കയർ മേഖലയാണ് ഞങ്ങളുടെ ആലപ്പുഴയിലെ തൊഴിൽ മേഖല. അപ്പോൾ കയർ മേഖലയിൽ നിന്ന് രക്ഷപ്പെടാം, അതൊക്കെ നടക്കുകയുള്ളൂ നമുക്ക്. കാരണം നാടകം നോക്കി, പാട്ട് നോക്കി, എല്ലാം പരാജയപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സാജൻ പള്ളൂരുത്തി വീട്ടിലേക്ക് ഒരാളെ വിളിച്ചു വരുത്തണം. ഒരാൾ വരിക വീട്ടിൽ, ഇങ്ങനെ രാജൻ പി ദേവിന്റെ ഒരു ട്രൂപ്പ് തുടങ്ങുന്നുണ്ട് നിനക്ക്. രാജൻ പി ദേവ്, രാജൻ ചേട്ടന്റെ ഒരു ട്രൂപ്പ് ജൂബിലി തിയേറ്റേഴ്സ് ജോക്സ് എന്നും പറഞ്ഞു ഒരു മിമിക്സ് ട്രൂപ്പ് തുടങ്ങുന്നുണ്ട്. അപ്പൊ നിന്നെ അതിൽ അപ്പൊ എന്റെ മാട്ട പരിപാടിയൊക്കെ പുള്ളി കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട് പുള്ളി. നീ അങ്ങനെ വന്നാൽ നന്നാകണമെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളാ. അപ്പൊ ആ ഒരു ഇത് കേട്ടിട്ട് ഞാൻ ജൂബിലി ജോക്സ് ചെല്ലുകയാണ്. രാജൻ പി ദേവിന്റെ വീട്ടിൽ ചെല്ലുകയാണ്. വീടിന്റെ ഇപ്പുറത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ വെച്ച റിഹേഴ്സലൊക്കെ. അപ്പൊ അന്ന് വന്നതാണ് മിമിക്രിയിൽ. അന്ന് തൊട്ട് ഇന്ന് വരെ ആ മിമിക്രിയാണ് എൻ്റെ ജീവിതം. വേറെ ഒന്നും എനിക്കൊരു ബാധ്യതയായിട്ടല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിൽ ഒരാൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതെ, സാജൻ പള്ളുരുത്തി വിളിച്ചിട്ട് വന്നതാണ്. പിന്നെ ഇപ്പോ വെളിപാടിന്റെ പുസ്തകം എന്ന് പറയുന്ന സിനിമയിൽ വളരെ ഗംഭീരമായിട്ടുള്ള വേഷമായിരുന്നു. തിയേറ്ററിൽ ഒരുപാട് കൈയടി കിട്ടിയ ഒരു സീനിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ നമ്മുടെ കഴിഞ്ഞ സീസണിൽ പറഞ്ഞൊരു കഥയുണ്ട്. ആ കഥ പ്രസാദേട്ടനെ പറ്റിയായിരുന്നു. 2 കഥകൾ. അതിൽ 2 കഥകളാണ് പ്രസാദിനെ പറ്റി. അതിൽ ഒരു കഥ സിനിമയിൽ പോയി. അതറിയാവോ? ഏതായിരുന്നു? ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, പ്രസാദേട്ടന് ചെറുതായിട്ട് ദേഷ്യം വന്ന ടോൺ അങ്ങനെ ഒരു ടോൺ വരും. പിഷാരടി, ഞാനൊരു കാര്യം പറഞ്ഞില്ല. അല്ല ഏട്ടാ, ഞാൻ ചേട്ടൻ അങ്ങനെ പറഞ്ഞു പിഷാരടി അങ്ങനെ പറയല്ലേ, ഇങ്ങനൊരു ടോൺ വരും. അല്ല, പണ്ട് ഞാനും ബിജുക്കുട്ടനും പിഷാരടിയും രാജേഷ് പറവൂരൊക്കെ ഒരുമിച്ചൊരു ട്രൂപ്പിലുണ്ടായിരുന്ന. അപ്പൊ ഞാനും ബിജുക്കുട്ടനും കൂടെ സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് സംസാരിക്കും. ബിജുക്കുട്ടന്റെ വോയിസിനും ബേസ് ഇല്ലല്ലോ. അപ്പൊ എന്റെ വോയിസും ഏകദേശം അതെ. അപ്പൊ ഞാനും അങ്ങനെ തന്നെയല്ല. അപ്പം ഈ സലിമേട്ടനാണ് ട്രൂപ്പിന്റെ. അപ്പൊ പുള്ളി സ്റ്റേജിന്റെ അവിടെ നിന്നിട്ട് പെണ്ണുങ്ങൾ സംസാരിക്കണം ബാക്കിൽ, സ്റ്റേജിന്റെ ബാക്കിൽ പെണ്ണുങ്ങൾ സംസാരിക്കലടാ. അപ്പൊ ഞാനും ബിജുവാ സംസാരിക്കണേ. അപ്പൊ പെണ്ണുങ്ങൾ സംസാരിക്കില്ലെന്ന് പുള്ളി പറയൂല്ലേ. നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെയാണല്ലേ നിങ്ങളുടെ ആ സൗണ്ട് ഒന്ന് പറഞ്ഞേ. ശരിക്കും പറയുന്നതാണോ അതോ ഇത് സ്കിറ്റിൽ ഇട്ടിട്ടുണ്ട്? അന്ന് കാലത്ത് ഞങ്ങളുടെ സ്കിറ്റിൽ നിങ്ങൾ എന്തിനാണ് എന്റെ ഭാര്യയുടെ ശരീരത്ത് മുട്ടിയെന്ന് ചോദിക്കുമ്പോ നിങ്ങൾ എന്തിനാണ് എന്റെ ഭാര്യയുടെ ശരീരത്തിൽ കയറി മുട്ടി? അല്ല, ഞാൻ നിങ്ങളുടെ ഞാൻ മുട്ടിയില്ല. ഞാൻ തൊട്ടിട്ട് പോലും ഈ സാധനമുണ്ട്. ഇത് ജീവിതത്തിൽ നിന്ന് എടുത്തോണ്ട് വന്നതാ. അപ്പൊ ഞാന് ഒരു ദിവസം ഇതുപോലെ എന്നോട് തർക്കിച്ചോണ്ടിരിക്കുവോ എന്തോ കാര്യത്തിൽ. പ്രസാദൻ തർക്കിച്ച് മൂത്ത് വന്നപ്പോ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ചേട്ടന്റെ സൗണ്ട് പണ്ട് തൊട്ട് ഇങ്ങനെയാണോന്ന് ചോദിച്ചു. ആ വിഷയത്തിൽ നിന്നെല്ലാം വിട്ടിട്ട് ഒന്ന് സുധീഷേട്ടൻ ചോദിക്കുവോ എന്നോട്. ഞാൻ അങ്ങനെ പറയില്ല, അങ്ങനെ പറഞ്ഞ വളരെ മോശമായി പെട്ടെന്ന് ചേട്ടന്റെ സൗണ്ട് പണ്ട് തൊട്ട് ഇങ്ങനെയാണോന്ന് ചോദിച്ചോണം കേട്ടോ. ഇത് പ്രസാദേട്ടൻ പറഞ്ഞാണ്. പക്ഷേ അങ്ങനെ പറയല്ലേ, നമ്മൾ ഇത്ര ആർട്ടിസ്റ്റുകൾ ഒരിടത്ത് പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് കിട്ടണ്ടേ. അല്ലാണ്ട് എന്താണ് പിഷാരുടെ എന്തെങ്കിലും പറയണ എന്താ? അല്ല ഏട്ടാ, ചേട്ടന്റെ ഈ സൗണ്ട് പണ്ടോട്ട് എങ്ങനെയാണോ? എങ്ങനെ എവിടുന്നോ ഒരു ബേസ് എടുത്തോണ്ട് വന്നിട്ട് എങ്ങനെ എന്നൊരു ചോദ്യം ചോദിച്ചു. പുള്ളിക്ക് മനസ്സിലായി അതാ ചോദിക്കാൻ പോകുന്നതെന്നുള്ളത്. അന്ന് കാലത്ത് പ്രസാദന്റെ കുറച്ച് സ്റ്റാറുകളുണ്ട് സ്റ്റേജിൽ. മാള അരവിന്ദൻ ചേട്ടനെ അനുകരിക്കുമായിരുന്നു. കൗണ്ടമണി സെന്തിൽ കൂട്ടുകെട്ടിലെ സെന്തിലിനെ അനുകരിക്കുമായിരുന്നു. ഞാൻ ഏകദേശം 200 സ്റ്റേജ് ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. ഇന്നും സെന്തിലിന്റെ ഡയലോഗ് എന്താണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അതിന് കയ്യടി കിട്ടാത്ത ഒരു സ്റ്റേജ് ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ ഒരു സ്റ്റേജിൽ പോലും കയ്യടി കിട്ടാതിരിക്കുന്ന കണ്ടിട്ടില്ല. കട്ടല് പോലെ കയ്യടിയാണ് ഇദ്ദേഹം അത് അവതരിപ്പിക്കുമ്പം. പക്ഷെ ഡയലോഗ് എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല, ആ മനസ്സിലാവാത്ത ഡയലോഗ് നമുക്ക് ഇവിടെ ഒന്ന് ആ സെന്തിൽ മാത്രം. അത് അതുപോലെ തന്നെ വേണോ? അതുപോലെ തന്നെ അന്ന് ചെയ്തോണ്ടിരുന്നത് കേട്ടിച്ച സന്തോഷം. പിന്നെ എന്താണ് എന്റെ അർത്ഥം എന്ന് ചോദിച്ചാ, നിങ്ങൾ ഇന്ന് എന്തൊക്കെയോ പഠിച്ചോണ്ട് വന്നിരിക്കുക. അന്ന് എന്താ പറഞ്ഞത്? അയ്യോ നാങ്ക സൂത്തിരിയ. ഈ സൂത്തിരിയ എന്നൊരു വാക്ക് തമിഴിൽ ഞാൻ കേട്ടിട്ടേ ഇല്ല.
പിന്നെ സുധീഷ് ഭായി സംഭവം എന്നാന്നറിയാമോ, പണ്ട് മിമിക്രിയില് നമ്മൾ സ്കിറ്റ് കളിക്കാനല്ലേ പോണേ. അപ്പൊ നമുക്ക് ഈ സ്കിറ്റ് കളിക്കാനുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ സ്റ്റാർ എടുത്ത് കയ്യടി മേടിക്കുന്ന കുറെ ആർട്ടിസ്റ്റുകൾ നമ്മളെ സെപ്പറേറ്റ് വിളിച്ചു വരുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഹരിശ്രീയാൻ സാറൊക്കെ ഇല്ലേ, നമ്മുടെ ട്രൂപ്പിൽ സ്റ്റാർ എടുക്കാൻ വേണ്ടി മാത്രം പുള്ളിനെ ഗസ്റ്റായിട്ട് വിളിച്ചു വരുത്തിക്കുക. നമ്മൾ ഈ കിടന്ന് മലക്കം മറിഞ്ഞ് ഈ ബോക്സും ചുമന്ന് ഈ തട്ടിയും കെട്ടി സ്കിറ്റും കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിൽ ഇരട്ടിയും മേടിച്ചിട്ട് പുള്ളി വെറുതെ വന്നിട്ട് 4 സ്റ്റാർ എടുത്തിട്ട് പുള്ളി മേടിച്ചിട്ട് പോകാൻ നമ്മളിൽ 100 രൂപ കൂടുതൽ. അപ്പൊ അന്ന് തോന്നി ഇവർക്ക് സ്റ്റാർ എടുക്കണോണ്ട് ഇവർ പൈസ കൂടുതൽ കിട്ടുമല്ലേ. അന്ന് അങ്ങനെ തോന്നിയപ്പം വേറെ എടുക്കുന്ന ആൾക്കാരുടെ നോക്കി കണ്ടുപഠിച്ചിട്ട് എല്ലാം കൂടെ ചുമ്മാ നമ്മൾ പറഞ്ഞപ്പോൾ ജനം കൈയടിച്ചു. അതുകൊണ്ടപ്പോ എന്നോർത്ത് ഈ സ്റ്റാർ അങ്ങ് പോയേക്കാം.